അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ആകാശ ലോകത്ത് വിളിച്ചു പറയും ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, യാ ജിബ്രീൽ ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹ്, എനിക്കൊരാളെ ഇഷ്ടമാണ്, നിങ്ങൾ അവരെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം അവരെ ഇഷ്ടപ്പെടും. ജിബ്രീൽ അലൈഹിസ്സലാം ആകാശ ലോകത്ത് വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂഹ്, അള്ളാഹുവിന് ഒരാളെ ഇഷ്ടമാണ്, നിങ്ങളും അവരെ ഇഷ്ടപ്പെടണമേ. അങ്ങനെ അള്ളാഹുവിന്റെ മലക്കുകളും അവരെ ഇഷ്ടപ്പെടും. അള്ളാഹു തആല ആരെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ അള്ളാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും, ജിബ്രീലെ, എനിക്ക് ഒരാളെ ഇഷ്ടമല്ല, നിങ്ങളും അയാളെ ഇഷ്ടപ്പെടരുത്. മലക്കുകളോട് പറയും ജിബ്രീൽ അലൈഹിസ്സലാം, ഇന്നല്ലാഹ യുബ്ഗിദു ഫുലാനൻ ഫഅബ്ഗിദൂഹ്, ഒരാളെ അള്ളാഹുവിന് വെറുപ്പാൻ, പേര് പറയും, ആ മനുഷ്യനെ നിങ്ങളും വെറുക്കണമെന്ന് മലക്കുകളോട് പറയും. മഹാനായ നബി തങ്ങൾ പറയുന്ന സ്വഹീഹായ ഹദീസാണിത്. ഫയുത്ബിഗുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ ആ മനുഷ്യനെ വെറുക്കും. ثم يوضع له البغضاء في الارض, അല്ലാഹുവിന്റെ ഭൂമിയിലെ സത്യസന്ധരായ മനുഷ്യന്മാർ, കറകളഞ്ഞ മുഅ്മിനീങ്ങൾ, അവരുടെ ഖൽബിന്റെ ഉള്ളിൽ ആ മനുഷ്യനോടൊരു വെറുപ്പ് അല്ലാഹു തോന്നിപ്പിച്ചു കൊടുക്കുന്നതാണ്. അയാൾ ഒന്നും ഒരു ഉപദ്രവം നിങ്ങളോട് ചെയ്തതിന്റെ പേരിലല്ല, ആ മനുഷ്യൻ ഒന്നും നിങ്ങളോട് ചെയ്തിട്ടില്ല, പക്ഷേ ആ മനുഷ്യൻ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നതിന്റെ പേരിൽ മുഅ്മിനീങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ അള്ളാഹു ഒരു വെറുപ്പിട്ട് കൊടുക്കുമെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്ന സഅയകും ലശത്താ, മനുഷ്യന്റെ കർമ്മങ്ങൾ പലവിധമാണ്. ഒരു നന്മയുടെ ഉദാഹരണം, ഒരു തിന്മയുടെ ഉദാഹരണം. ആലിമീങ്ങളിൽ മഹാനായ അബൂ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇറാഖുകാരനായ മഹാനായ പണ്ഡിതൻ, സുഹാഹു സിത്തയുടെ ഇമാമിയങ്ങൾ മുഴുവനും ഹദീസിന്റെ സനദുകളിൽ കൊണ്ടുവരുന്ന മഹാൻ അബൂ അയ്യൂബ് സഖ്തിയാനി താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. പക്ഷേ മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ആ മഹാന്റെ ഹദീസുകൾ സ്വീകരിച്ചത് ഒരുപാട് കാലം കഴിഞ്ഞതിന്റെ ശേഷമാണ്. 2 ഹജ്ജ് ചെയ്തു. ആരാണ് ഈ മഹാൻ എന്നറിയോ? അദ്ദേഹത്തിന്റെ ഒരു കറാമത്ത് ഇമാം ദഹബി തങ്ങൾ സീറ അലാമുൻ നുബലായിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇറാഖിൽ നിന്ന് ഹജ്ജിന് വരുമ്പോ മരുഭൂമിയുടെ മധ്യത്തിൽ ആളുകളുടെ കയ്യിൽ വെള്ളമില്ലാതെ, കുടിക്കാൻ ദാഹജലം കിട്ടാതെ ആളുകൾ മരിക്കാറായി നിൽക്കുന്ന നേരത്ത് അബൂ അയ്യൂബ് സഖ്തിയാനി പറഞ്ഞു, ജനങ്ങളെ, ഞാനൊരു കാര്യം ചെയ്തു തരാം, പക്ഷെ ഞാൻ മരിക്കണവരെ പറയാൻ പാടില്ല. പറ്റുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറയൂല, ഞാൻ മരിക്കണവരെ പറയരുത്. പറയൂല. നിങ്ങൾക്ക് വെള്ളല്ലേ വേണ്ടത്? അതെ. ഒരു ഭാഗത്തേക്ക് ചൂണ്ടി, വിരലുകൊണ്ട് ചൂണ്ടി ഒരു താഴ്വരയിലേക്ക്, അല്ലാഹുവേ ഞങ്ങൾക്ക് വെള്ളം തരണം. പോയി നോക്കി എന്ന് പറഞ്ഞു. ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു അരുവി പൊട്ടി ഒഴുകുകയാണ്. ആ വെള്ളം കുടിച്ചു ആ ആളുകൾ മുഴുവൻ. ഹജ്ജിന് പോകുന്ന യാത്രയിൽ അവരുടെ തോൽപാത്രങ്ങൾ മുഴുവൻ അവരെ നിറച്ചു വെച്ചു. ഒരൊറ്റ ദുആയാണ്. മുമ്പേ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്തു തരാം, പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് മരിക്കണവരെ പറയാൻ പാടില്ല. ഇല്ലാത്ത കള്ള കറാമത്തുകൾ പ്രചരിപ്പിക്കുന്ന ഈ കാലത്ത് കണ്ടതിനും കേട്ടതിനും അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറയുന്ന ആളുകൾ മഹാന്മാരായ സജ്ജനങ്ങളുടെ പാത എന്താണ് എന്ന് ഒന്ന് ചെവി തുറന്ന് കേൾക്കണം. പറയാൻ പാടില്ലെന്നാ പറഞ്ഞു കൊടുക്കുക. പറയരുത്, ദുരഭിമാനമായി പോകും, അഹങ്കാരം വന്നു പോകും. ഞാൻ മരിക്കണവരെ പറയരുത്. അവര് പറഞ്ഞു, ഞങ്ങൾ പറയൂല. ദുആ ചെയ്തു, പറഞ്ഞ പോലെ നബഅത് ഐൻ, ഒരു അരുവി അണപൊട്ടി ഒഴുകുകയാണ്. ആ മഹാനാണ് അബൂ അയ്യൂബ് സഖ്തിയാനി അൽ ഇറാഖി റഹ്മത്തുള്ളാഹി അലൈഹി. മാലിക് തങ്ങളോട് ചോദിച്ചു, മാലിക് ഇമാമേ, ഈ മഹാന്റെ ഹദീസ് നിങ്ങൾ എന്താ സ്വീകരിക്കാത്തത്? നിങ്ങൾ എന്താ അദ്ദേഹത്തിന്റെ ഹദീസ് ഉദ്ധരിക്കാത്തത്? ലാ അറാ അലൈഹി ബഹ്ജത്തുൽ ഇൽമി വ വഖാറ, ഇൽമിന്റെ ബഹ്ജത്തും ഇൽമിന്റെ വഖാറും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇമാം അവറുകൾ ആര്? മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ഇമാമു ദാരിൽ ഹിജ്റ, മദീനയുടെ പ്രഗൽഭനായ ഇമാം,
ലോകത്തെ ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം എന്ന് പറയാവുന്ന കിതാബുൽ മുവത്ത രേഖപ്പെടുത്തിയ മഹാൻ, മാലിക്കി മദ്ഹബിന്റെ ഇമാം, 100ഓളം സ്വഹാബിമാരെ കണ്ട താബിഈ മഹാനായ മാലിക് ഇബ്നു അനസ് മദനി റളിയല്ലാഹു അൻഹു ഈ അബൂ അയ്യൂബ് സഖ്തിയാനി തങ്ങളുടെ ഹദീസ് സ്വീകരിക്കുന്നത് 3ാമത്തെ തവണ ഒരിക്കൽ ഹജ്ജിന് വന്നപ്പോഴാണ്. ഹജ്ജിന് വന്നു, സംസം കിണറിന്റെ അരികത്ത് ആ മഹാൻ ഇരിക്കുന്നത് ഇമാം മാലിക് എന്നവർ കണ്ടു. റഹ്മത്തുള്ളാഹി തആല അലൈഹി വറളിയല്ലാഹു അൻഹു. മാലിക് ഇമാം കാണാൻ, മാലിക് ഇമാം ആ മഹാന്റെ ഹദീസ് രേഖപ്പെടുത്താൻ കാരണമായ സംഭവം ഇതാണ്. സംസമിന്റെ അരികത്ത് ഇരിക്കുമ്പോ കുല്ലമാ ദുകിറ റസൂലുള്ളാഹി ബകാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറയുമ്പോഴേക്കും പൊട്ടിക്കരയും, പേര് പറയുമ്പോഴേക്കും പൊട്ടിക്കരയും. ഇമാം മാലിക് തങ്ങൾ അവരെ സമാധാനിപ്പിച്ച് ആശ്വസിപ്പിക്കുന്നവരെ പൊട്ടിക്കരച്ചിലാണ്. അങ്ങനെ ഒരു ഹബീബായ നബി തങ്ങളോടുള്ള ഒരു ഹുബ്ബ് കണ്ടതിൽ പിന്നെയാണ് ഇമാം മാലിക് എന്നവർ ആ മഹാന്റെ ഹദീസ് സ്വീകരിക്കാൻ തുടങ്ങിയത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ആലിമാൻ, വലിയ മഹാനാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബില്ലാതെ, അതും സത്യസന്ധമായ ഹുബ്ബ്, അത് കാണാതെ എനിക്ക് ഹദീസ് സ്വീകരിക്കാൻ കഴിയില്ല. ഇമാം മാലിക് എന്നവർ 3ാമത്തെ ഹജ്ജ് ഇമാം അബൂ അയ്യൂബ് സഖ്തിയാനി ചെയ്തതിന്റെ ശേഷമാണ് ആ മഹാന്റെ ഹദീസ് സ്വീകരിക്കാൻ തുടങ്ങുന്നത്. മഹാൻ മോശമായതുകൊണ്ടല്ല, ഇമാം മാലിക് എന്നവരുടെ ഷർത്ത്, മഹാനവറുകളുടെ ക്രൈറ്റീരിയൻ ഇച്ചിരി കൂടുതലാണ്. ഇപ്പുറത്ത് മറ്റൊരു ആലിമിനെ ശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. മസലുഹു കമസലിൽ കൽബ്, അയാളുടെ ഉദാഹരണം നായയെ പോലെയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ബനു ഇസ്രായേലുകളിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് ഒരു സൈന്യം പുറപ്പെടുമ്പോ ഫലസ്തീനികളായ ആളുകൾ ആ നാട്ടിലെ പണ്ഡിതനായിരുന്ന ബൽആം ഇബ്നു ബഊറയോട് പറഞ്ഞ ഒരു സന്ദർഭം, ചരിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ബൽആമേ, മൂസ നബിയുടെ ആ സൈന്യം ഒന്ന് നശിച്ചു കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണേ ഞങ്ങൾക്ക് വേണ്ടി. ബൽആം പറഞ്ഞു, അള്ളാന്റെ നബിക്കെതിരെ ദുആയിരക്കെ, എന്റെ ദുആ തന്നെ അള്ളാഹു സ്വീകരിക്കില്ലല്ലോ, പറ്റൂല. ഫലസ്തീനിലെ ജബ്ബാരികളായ ആളുകൾ, അഹങ്കാരികൾ പറഞ്ഞു, ബൽആം നിങ്ങൾ ദുആയിരന്നേ പറ്റൂ. അഹം പറഞ്ഞു ദ്വാരക്കാൻ പറ്റൂല, നബിക്കെതിരെ ദ്വാരക്കേ. നബിയുടെ സൈന്യമാ വരുന്നത്, മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ. മൂസ നബി ആ സൈന്യത്തിലില്ല, പക്ഷെ ഈജിപ്തുകാരാ വരുന്നത്, ഫലസ്തീനിലേക്ക് ഫത്ഹ ചെയ്യാൻ വേണ്ടി വരികയാണ്. ദ്വാരക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ജനങ്ങൾ പിന്നാലെ കൂടി, ബൽആം നിങ്ങൾ ദ്വാരക്കേ, ഇന്ന് രാത്രി ദ്വാരക്കേ, നിങ്ങളുടെ റബ്ബിനോടൊരു മുഷാവറ ചെയ്യിൻ എന്ന് പറഞ്ഞു. ആ മുഷാവറ കഴിഞ്ഞ് രാവിലെ ആളുകൾ ചോദിച്ചു, എന്താ അള്ളാഹു പറഞ്ഞത്? ബൽആം പറഞ്ഞു, ലാ തദ്ഉ അലൈഹിം, മൂസ നബിക്കെതിരെ ദുആ ഇറക്കരുത് എന്നാണ് അള്ളാഹു പറഞ്ഞത്. പറഞ്ഞു നാളെയും കൂടെ നോക്കി എന്ന് പറഞ്ഞു. 2ാം നാളിൽ എന്താണ് ഇൽഹാം കിട്ടിയത്? അവർക്കെതിരെ ദുആ ഇറക്കാൻ പാടില്ല. 3ാം ദിവസം അത് തന്നെ, ആൾക്കാർ വിട്ടില്ല. 4ാം ദിവസം കൂടെ ഒന്ന് നോക്കി, അപ്പൊ ഒന്നും കണ്ടിട്ടില്ല. ഇന്നലെ എന്തെങ്കിലും കണ്ടോ? ഇല്ല, ഇന്നലെ ഒന്നും കണ്ടിട്ടില്ല. ഒന്നും കണ്ടില്ലെങ്കിൽ അതിനർത്ഥം കുഴപ്പമില്ല എന്നല്ലേ? അതുകൊണ്ട് ദ്വാരക്കുന്നു പറഞ്ഞു. ഞങ്ങളൊക്കെ ആമീൻ പറയാന്ന് പറഞ്ഞു. അയാൾ ദ്വാരക്കാൻ. മൂസ നബി അലൈഹിസ്സലാമിന്റെ ജയ്ഷിനെ, സൈന്യത്തെ നശിപ്പിക്കണമേ എന്ന് ദ്വാരക്കുമ്പോ, അല്ലാഹുമ്മ അഹ്ലിക് ജയ്ഷനാ, ഞങ്ങളുടെ സൈന്യത്തെ നശിപ്പിക്കണേ എന്നാ പറഞ്ഞു പോണത്. എന്താ സംഗതി? നമ്മളെ നശിപ്പിക്കണം എന്നല്ലല്ലോ ദ്വാരക്കേണ്ടത്. മൂസ നബിയുടെ സൈന്യത്തെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്താ ഇങ്ങനെ ദ്വാരക്കുന്നത്? ഞാൻ പറഞ്ഞു, അന മജ്ബൂർ ഉൽജിമ അലാ ലിസാനി, എന്റെ നാവിന് അല്ലാഹു കൂട്ടിട്ടിരിക്കുകയാണ്, എനിക്ക് പറയാൻ പറ്റണില്ല. ഇവരെ ഉറപ്പിച്ചു. ബൽആം ദുആക്ക് ഉത്തരമുള്ള ആളായിരുന്നു. ചിരി പൊടിക്കൈകളും ചിരി കറാമത്തൊക്കെ കയ്യിലുള്ള ആളായിരുന്നു ബൽആം ഇബ്നു ബഊറ. പക്ഷെ ഖുർആൻ പറഞ്ഞു, മസലുഹു കമസലിൽ കൽബ്, ഈ മനുഷ്യന്റെ ഉദാഹരണം മുഗല്ലദായ നജസായ നായയെ പോലെയാണ്. ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുകുഹു യൽഹസ്,
നാവ് പുറത്തേക്കിട്ട് ആട്ടി നടക്കുന്ന നായെ പോലെയാണ് ഇയാൾ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, ഇമാം ത്വബരി തങ്ങൾ അടക്കമുള്ള ആളുകൾ ഈ ചരിത്രം അവരുടെ തഫ്സീറുകളിൽ വളരെ വിശദമായി വ്യാഖ്യാനിച്ചു. അവര് പറഞ്ഞു, ബൽആമേ, ഞങ്ങൾ നശിപ്പിക്കപ്പെടാൻ പോവാണല്ലോ, രക്ഷവേണം, രക്ഷവേണം, എന്തെങ്കിലും ഒരു പോംവഴി പറയേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇനി ഒരൊറ്റ വഴിയുള്ളൂ. മൂസ നബിയുടെ ആ സൈന്യം നമ്മുടെ നാടുകളിലേക്ക് എത്തി അവരെങ്ങാനും വ്യഭിചരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ അവന്റെ അദാബ് ഇറക്കി കളയും. അതുകൊണ്ട് നിങ്ങൾ ഈ സൈന്യം ഫലസ്തീനിലേക്ക് നിങ്ങളുടെ പെൺകുട്ടികളെ മുഴുവനും അണിയിച്ചൊരുക്കി നിർത്തണം, അണിയിച്ചൊരുക്കി നിർത്തണം. ആ പെൺകുട്ടികൾക്ക് കൈകളിൽ ഭക്ഷണം കൊടുക്കുക. സൈന്യം ഈജിപ്തിൽ നിന്ന് കടന്നു വരുമ്പോ അവരെ മാസങ്ങളായി ഭാര്യമാരെ കാണാതെയാ വരുന്നത്. സുന്ദരിമാരായ ഫലസ്തീനി പെൺകുട്ടികളെ നിങ്ങൾ അവരുടെ ഇടയിലേക്ക് പറഞ്ഞേക്കുക, അവർ വ്യഭിചരിക്കട്ടെ. ഇദാ സനാ ഖൗമുൻ ഔജബു അദാബല്ലാഹി അലൈഹിം, ഒരു സമൂഹമെങ്ങാനും വ്യഭിചരിച്ചാൽ ആ സമൂഹത്തിന്റെ മേൽ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങും. അതുകൊണ്ട് ഇതാണ് പോംവഴി എന്നൊരു കുറുക്കി വിദ്യ പറഞ്ഞു കൊടുത്തു. ആയിരക്കണക്കിന് ഫലസ്തീനി പെൺകുട്ടികൾ ഭക്ഷണപ്പൊതികളുമായി ഈ സൈന്യം കടന്നു വന്നപ്പോൾ അവർക്കിടയിലേക്ക് ചെന്നു. വൈകാരികമായി ചിന്തകളുണ്ടായി. സൈന്യത്തിലെ മുഴുവൻ ആളുകളും വ്യഭിചരിച്ചു. മൂസാ നബി അലൈഹിസ്സലാമിന് വഹയി വന്നു, അല്ലാഹു കുപിതനാണ്, മൂസാ നബിയെ നിങ്ങളുടെ സൈന്യം വ്യഭിചരിച്ചിരിക്കുകയാണ്. ഇന്ന സഅയകും ലശത്താ, വലിയൊരു ഫതഹിന് പോയ ആളുകളെ വ്യഭിചരിച്ചിരിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം മറ്റൊരു നേതാവിനെ ഈജിപ്തിൽ നിന്ന് പറഞ്ഞയച്ചു. അദ്ദേഹം ഫലസ്തീനിലേക്ക് വരുമ്പോ തന്റെ മുമ്പിൽ കടന്നുപോയ സൈന്യത്തിന്റെ നേതാവ് തന്റെ ടെന്റിനുള്ളിൽ ഒരു പെണ്ണുമായി വ്യഭിചാരത്തിലാണ്. രണ്ടുപേരെയും കുന്തമുനകളാൽ കുത്തിപ്പിടിച്ച് മേലോട്ടുയർത്തി, ഇതുപോലെയുള്ള പ്രവർത്തനം ചെയ്യുന്നവരെ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് മാതൃകാപരമായ ശിക്ഷ കൊടുത്ത് കുന്തമുനകളിൽ സൈന്യ നേതാവിനെയും വിഭജിക്കാൻ വന്ന പെണ്ണിനെയും കുന്തമുനയിൽ പിടിച്ചു നിർത്തി അങ്ങാടികളിലൂടെ കടുത്ത താക്കീത് ചെയ്ത് ആ മഹാനായ മനുഷ്യൻ അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ ചെയ്തു. മഹാനായ നെല്ലായി ഉസ്താദ് സൂചിപ്പിച്ചു, സമൂഹത്തിൽ നന്മ പറയുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാവൽ നിർബന്ധമാണ്. അത്തരം പണ്ഡിതന്മാരെ വാർത്തെടുത്തില്ലെങ്കിൽ സമുദായം മുഴുവൻ കുറ്റക്കാരാണ്. ആ ഒരു നന്മ സൈന്യാധിപൻ ചെയ്തു, അതിൽ പിന്നെ അള്ളാഹു വിജയം കൊടുത്തു. പക്ഷെ ഈ പണ്ഡിതൻ എപ്പോഴെങ്കിലും ബൽആമിന് തോന്നിയോ, ഞാനൊന്ന് മാപ്പിരക്കട്ടെ, ഞാനൊന്ന് തൗബ ചെയ്യട്ടെ? അയാൾക്ക് തോന്നിയില്ല. ജനങ്ങളോട് പോംവഴി പറഞ്ഞു കൊടുത്തു, പൈശാചികമായ വഴി. അതും ഒരു പണ്ഡിതനായിരുന്നു. അബൂ അയ്യൂബ് സഖ്തിയാനി എന്ന മരുഭൂമിയുടെ നടുവിൽ ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾ ആരോടും പറയരുതേ എന്റെ മരണം വരെ. ആ മഹാന്റെ മരണശേഷമാണ് ലോകം ഈ ചരിത്രം അറിയുന്നത്. ഹബീബിനെ പറയുമ്പോഴേക്കും പൊട്ടിക്കരയുമായിരുന്ന അബൂ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഇപ്പുറത്തെ നായെ പോലെയാണ് ഇയാളുടെ ഉദാഹരണം എന്ന് ഖുർആൻ പറഞ്ഞ ബൽആം ഇബ്നു ബഅൂറ, നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയ വലിയ കറാമത്തുകൾ കാണിച്ചു തുടങ്ങിയിരുന്ന ആളാണ്. പക്ഷേ അല്ലാഹു ഫൻസലഖ മിൻഹാ ഫഅത്ബഅഹു ശൈത്താൻ, പിശാചിന്റെ കൂടെ കൂടുകയും ദുനിയാവിന്റെ ആർഭാടങ്ങൾക്ക് പിന്നാലെ പോവുകയും ചെയ്തതിന്റെ പേരിൽ ഫമസലുഹു കമസലിൽ കൽബ്, പണ്ഡിത ലോകത്തും ഇങ്ങനെ രണ്ട് വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സാധാരണക്കാരിൽ കാണാൻ കഴിയും, പ്രായം ചെന്നവരിൽ കാണാൻ കഴിയും, ചെറുപ്പക്കാരിൽ കാണാൻ കഴിയും. ഇന്ന സഅയകും ലശത്താ. വിശുദ്ധ ഖുർആൻ ഈ കർമ്മ ഭൂമിയിലെ വിവിധ വഴികളിലേക്ക് സൂചിപ്പിക്കുന്നതിന് മുമ്പ് അല്ലാഹു സത്യം ചെയ്ത വസ്തുതകളെ ഒന്ന് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ وما خلق الذكر والأنثى إن سعيكم لشتى
എല്ലാം മൂടിക്കളയുന്ന വിധം, എല്ലാം മറച്ചു പിടിക്കുന്ന വിധം ഇരുളിനെ സംവിധാനിച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം. രാത്രിയെ തന്നെയാണ് സത്യം. ഇദാ യഗ്ഷാ, രാത്രി വരുമ്പോഴേക്കും ഭൂമിക്ക് മുകളിലുള്ളതിന് മുഴുവനും അത് മറയായി വീഴുന്നു. നേരം വെളുത്താ ഇതാണോ ചിത്രം? ഈ രാത്രി കാണുന്ന പോലെ അല്ലല്ലോ. അവിടത്തെ മരങ്ങളും പറമ്പും വീടൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല. യഗ്ഷാ, മൂടിയിരിക്കുകയാണ്. ഇരുട്ടുകൊണ്ട് അല്ലാഹു മൂടി വെച്ചിരിക്കുകയാണ്. വന്നഹാരി ഇദാ തജല്ലാ, പകലിനെ തന്നെയാണ് സത്യം. ആ പകൽ എല്ലാം മറനീക്കി കൊണ്ടുവരുന്നു, എല്ലാം വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. ആ ഒരു പകലിനെ തന്നെയാണ് സത്യം. വമാ ഖലഖൽ ദകറ വൽ ഉൻസാ, ആണിനെയും പെണ്ണിനെയും പടക്കുന്നതിനെ തന്നെയാണ് സത്യം. വഖൽഖുൽ ദകരി വൽ ഉൻസാ, ഉമ്മയുടെ ഉദരത്തിലൂടെ ജന്മമെടുക്കുന്ന കുഞ്ഞ് ആണോ പെണ്ണോ ആയിട്ട് അല്ലാഹു പടക്കുമ്പോൾ ഒരാണിന്റെ സ്വഭാവം ആണിലും ഒരു പെണ്ണിൻ്റേത് പെണ്ണിലും. ഇങ്ങനെ ഒരു സംവിധാനം അല്ലാഹുവിന്റെ കുദറത്ത് കൊണ്ടല്ലാതെ മനുഷ്യർക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ആണും പെണ്ണും അല്ലാഹു നൽകുന്ന ദൃഷ്ടാന്തമാണ് മക്കള്. പെൺകുട്ടികൾ റഹ്മത്താണ്. മൻ കുന്ന ലഹു സലാസു ബനാതിൻ ഫസ്വബറ അലാ ലഅവാഇഹിന്ന വദറാഇഹിന്ന വസറാഇഹിന്ന അദ്ഖലഹു അല്ലാഹുൽ ജന്നത ബിഫദ്ലി റഹ്മതിഹി ഇയ്യാഹുൻ. 3 പെൺകുട്ടികളുള്ള ആരെങ്കിലും, മൻ കുന്ന ലഹു സലാസു ബനാതിൻ, 3 പെൺകുട്ടികൾ ജനിച്ച ഒരാൾ, ഫസ്വബറ അലാ ലഅവാഇഹിന്ന, ആ പെൺകുട്ടികളെ വളർത്താനുള്ള കഷ്ടപ്പാടുകൾ സഹിക്കുകയും, വദറാഇഹിന്ന വസറാഇഹിന്ന, ആ പെൺകുട്ടികൾ കാരണമുണ്ടാകുന്ന സന്തോഷത്തിലും സന്താപത്തിലും കൂടെ നിന്ന് വളർത്തുന്ന ഒരു ഉപ്പയും. സന്തോഷിച്ചോട് മുഅ്മിനേ, 3 പെൺമക്കളുണ്ടെങ്കിൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന ബിഫദ്ലി റഹ്മതിഹി ഇയ്യാഹുന്ന, ആ മക്കളോട് ചെയ്യുന്ന കരുണ കാരണം അല്ലാഹു മാതാപിതാക്കളെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞപ്പോ ഒരു സ്വഹാബി ചോദിച്ചു, 2 പെൺകുട്ടികളുള്ളവർ, 2 പെൺകുട്ടികളുള്ളവർ ചോദിച്ചു, വബിനതാനി യാ റസൂലല്ലാഹ്, നബിയേ 2 പെൺകുട്ടികളാണെങ്കിലോ 3 ആൾക്ക് മാത്രമാണോ ആ ശ്രേഷ്ഠതയുള്ളത്? 2 ആളുകളാണെങ്കിലോ? ഖാല വബിനതാനി, 2 ആളുകളാണെങ്കിലും ആ പ്രതിഫലമുണ്ട്. അന്നേരം വേറെ ഒരാള് ചോദിക്കുന്നു, നബിയേ വവാഹിദ യാ റസൂലല്ലാഹ്, 1 പെൺകുട്ടിയുണ്ട് നബിയേ, ആ പെൺകുട്ടിയെ ശരിയായ വണ്ണം പോറ്റി വളർത്തിയാൽ അവർ കാരണം സ്വർഗമുണ്ടോ നബിയേ എന്ന് ചോദിച്ചപ്പോ വവാഹിദ, അതേ 1 കുഞ്ഞാണെങ്കിലും അവർക്ക് പ്രതിഫലമുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ ആണ് പെണ്ണ് എന്ന ആ 2 ജെൻഡറും സൃഷ്ടിക്കുന്ന അല്ലാഹുവിന്റെ കഴിവിനെ കുറിച്ച് ആലോചിക്കാൻ നമ്മെ പറയുന്നു. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ ജൂത പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു വന്നു. അദ്ദേഹം ജൂത പണ്ഡിതനാണ്. ഹബീബായ നബിയുടെ അരികത്തേക്ക് മദീനത്തേക്ക് വന്നു. മദീനയിൽ ഹബീബ് വന്നപ്പോ എന്നിട്ട് നബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങയോട് 3 ചോദ്യം ചോദിക്കാൻ പോകുന്നു. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരു പ്രവാചകനല്ലാതെ നൽകാൻ സാധ്യമല്ല. മൂന്ന് ചോദ്യം ചോദിക്കുന്നു നബിയെ. ആ 3 ചോദ്യങ്ങളുടെ ഉത്തരം, ശരിയായ ഉത്തരം ഒരു പ്രവാചകനല്ലാതെ മറ്റൊരാൾക്ക് നൽകാൻ കഴിയില്ല. ഇന്നി സായിലുക അൻ സലാസിൻ ലാ യഅലമുഹുന്ന ഇല്ലാ നബിയ്യ, ഒരു നബിക്കല്ലാതെ ഉത്തരം പറയാൻ കഴിയാത്ത 3 ചോദ്യങ്ങളെന്ന് ജൂത പണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പിന്നീട് മുസ്ലിമായി. തങ്ങൾ പറഞ്ഞു, സൽ, നീ ചോദിച്ചോളൂ അബ്ദുല്ലാഹി ഇബ്നു സലാമേ, ചോദിച്ചോളൂ.
മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സലാം എന്നവർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, അഖ്ബിർനി ബിഅവ്വലി അശ്റാത്തിസ് സാഅ വഅഖ്ബിർനി ബിഅവ്വലി തുആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്ന. നബിയേ നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, 3 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ വരികയാണ്. അതിൽ ഒരു ചോദ്യം, അഖ്ബിർനി ബിഅവ്വലി അശ്റാത്തിസ് സാഅ, ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ, വലിയ അടയാളങ്ങളിൽ, ഏറ്റവും അരികത്തേക്ക് വരുന്ന അടയാളങ്ങളിൽ ആദ്യത്തെ അടയാളം എന്തായിരിക്കും? രണ്ടാമത്തേത്, സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് കടന്നാൽ അവരാദ്യമായി ഭക്ഷിക്കുന്ന ഭക്ഷണം എന്തായിരിക്കും നബിയേ? സ്വർഗവാസികൾ തിന്നുന്ന ആദ്യ ഭക്ഷണം, ഒരു സ്റ്റാർട്ടർ ഉണ്ടാവില്ലേ, ഒരു അപ്പറ്റൈസർ ഉണ്ടാവില്ലേ, ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവില്ലേ? എന്താണ് സ്വർഗവാസികൾ ആദ്യം കഴിക്കുന്നത്? അവ്വലു തുആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്ന. മൂന്നാമത്തെ ചോദ്യം, വമാ ബാലുൽ വലദി യുൻസഉ ഇലാ അബീഹി ഔ ഇലാ ഉമ്മിഹി, എന്താണ് നബിയെ കുഞ്ഞുങ്ങൾ അവരുടെ ഉമ്മയുടെയും ഉപ്പയുടെയും രൂപസാദൃശ്യവും സ്വഭാവ ഗുണങ്ങളും കാണിക്കുന്നത്? ഒരു കുഞ്ഞ് ആണാകുന്നതും പെണ്ണാകുന്നതും എങ്ങനെയാണ്? ഈ 3 ചോദ്യങ്ങൾക്ക് 6-ാം നൂറ്റാണ്ടിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കപ്പെടുകയാണ്. ജൂത പണ്ഡിതൻ വേദഗ്രന്ഥം പഠിച്ചതിന്റെ പേരിൽ പറഞ്ഞു, ഒരു പ്രവാചകനല്ലാതെ, അള്ളാഹു നൽകുന്ന ഇൽമു കൊണ്ടല്ലാതെ ഇതിന് ഉത്തരം പറയാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുക്കുകയാണ്, അഖ്ബറനീ ബിഹിന്ന ജിബ്രീലു ആനിഫാ, ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോൾ എനിക്കതിന്റെ ഉത്തരം വന്ന് പറഞ്ഞു തന്നു. അത് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവരെ പറഞ്ഞു, നബിയെ നിങ്ങൾക്കറിയുമോ, ജൂതന്മാർ മലക്കുകളിൽ ഏറ്റവും വെറുക്കുന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ ജൂതന്മാർക്ക് ഇഷ്ടമല്ല എന്ന് നബിയെ അങ്ങേക്കറിയില്ലേ? നിങ്ങൾക്കറിയാമത്. ആയത്തിറങ്ങുകയാണ്, قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. ആരെങ്കിലും ജിബ്രീൽ അലൈഹിസ്സലാമിന് എതിരാണെങ്കിൽ, ജിബ്രീൽ അലൈഹിസ്സലാം ആരുടെയെങ്കിലും ശത്രുവാണെങ്കിൽ, അറിയണം ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഈ വിശുദ്ധ വചനം ഹബീബിന് ഇറക്കി കൊടുത്തത്. അലാ ഖൽബിക ബിഇദ്നില്ലാഹ്, ഹബീബായ നബിയെ അങ്ങയുടെ ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാം തന്നെയാണ് ഇത് ഇറക്കിയത്. ജൂതന്മാർക്ക് ജിബ്രീൽ തങ്ങളോട് വെറുപ്പുണ്ടായതിൽ പിന്നെ അല്ലാഹു ആ ഒരു വിഷയത്തെ തിരുത്താൻ ഇറക്കിയ ആയത്താണ് സൂറത്തുൽ ബഖറയിലെ 97-ാമത്തെ 98-ാമത്തെ ആയത്തുകൾ. ഏതായിരുന്നാലും അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുക്കാൻ പോകുന്നു. അബ്ദുല്ലാഹി ഇബ്നു സലാമേ, നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് മറുപടി തന്നു. ഈ പറയുന്ന ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ കൊണ്ടുവന്നതാണ്. ഹബീബായ നബി തങ്ങൾ മറുപടി പറയുന്നു, അമ്മാ അവ്വലു അശ്റാത്തിസ് സാഅ, ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ ഏറ്റവും ആദ്യം സംഭവിക്കുന്ന വലിയ അടയാളങ്ങളുടെ ഭാഗമായി വരുന്നത് എന്താണ് എന്നാണ് ചോദ്യം. അതിന് നബി തങ്ങൾ മറുപടി പറയുന്നു, ഫനാറും മിനൽ മശ്രിഖ് തഹ്ശുറുൻ നാസ ഇലൽ മഗ്രിബ്, കിഴക്കൻ രാജ്യത്ത് നിന്ന് ഒരു തീ പുറപ്പെടലാണ്. ആ തീയിന്റെ വരവ് കാരണം അതിന്റെ മുമ്പുള്ള രാജ്യക്കാരെല്ലാം പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഓടുകയും ഫലസ്തീനിലേക്ക് അഭയം പ്രാപിക്കുന്നവരെ അവർ ഓടും. അങ്ങനെ അർളുൽ മഹ്ശരി വൽ മൻശർ, ഷാം എന്ന് പറയുന്ന പ്രദേശം അല്ലാഹു തആല വിചാരണക്ക് സജ്ജമാക്കുന്ന ഭൂമിയാണെന്ന് ഹബീബായ നബി തങ്ങൾ പറയാറുണ്ട്. യമനിന്റെ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു തീ ആളുകളെ ആ തീ മഹ്ശറയുടെ ഭൂമിയിലേക്ക് തെളിച്ചു കൊണ്ടുപോകുമത്രേ. അതാണ് അവ്വലു അശ്റാത്തിസ് സാഅ എന്ന് ഹബീബായ നബി തങ്ങൾ മറുപടി കൊടുത്തു. ഇതൊരു പ്രവാചകനല്ലാതെ പറയാൻ കഴിയില്ല. അടുത്ത ചോദ്യം, എന്താണ് അവ്വലു തുആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്ന,
സ്വർഗവാസികൾ തിന്നുന്ന ഏറ്റവും ആദ്യത്തെ ഭക്ഷണം ഏതാണ്? അല്ലാഹു സ്വർഗത്തിലെത്താൻ നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ഏതാണ് ആ ഭക്ഷണം എന്ന് ഇങ്ങനെ വെറുതെ മനസ്സിലാലോചിച്ച് നോക്കി. ആർക്കെങ്കിലും ഉത്തരം കിട്ടുന്നുണ്ടോ? ഹരിസു എന്തെങ്കിലും ഉത്തരം അറിയുന്നുണ്ടോ? എന്താണ്? മാഷാ അല്ലാഹ്, ഉത്തരം പറഞ്ഞിട്ടോ? രണ്ടത്താണില്ല, ഹാരിസാണിത്, അബുദാബിയിലാണ്. മാഷാ അല്ലാഹ്. ആദ്യം സ്വർഗവാസികൾ തിന്നുന്നത് ഒരു മത്സ്യത്തിന്റെ ലിവറിന്റെ മീതെയുള്ള ഒരു സോഫ്റ്റ് ഇറച്ചിയുണ്ട് അത്രേ. സിയാദത്തു കബിദിൽ ഹൂത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സ്വർഗത്തിലെ മീനാണ്, നമ്മളെ മരുന്നിട്ട് വരുന്ന മീനല്ലത്. സിയാദത്തു കബിദിൽ ഹൂത്ത്. വലിയ സൈസുള്ള മത്സ്യങ്ങൾക്കാണ് ഹൂത്ത് എന്ന് പറയാം. അതിന്റെ ലിവറിന്റെ മീതെ കാണുന്ന ഒരു സോഫ്റ്റ് നല്ല രുചിയുള്ള ഒരു മാംസമുണ്ട്, അതാണത്രേ കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്.